ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഗെയിം ഓപ്ഷൻ രജിസ്ട്രേഷനാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത് 2025 ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. 2026 ഇനി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. ജസ്റ്റ് എല്ലാ കുട്ടികളും ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതെന്ന്. ടെൻഷനൊന്നും വേണ്ട, അല്ലാതെ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് എടുത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറാൻ നേരത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് OTP, പേയ്മെൻറ്റ് ആൻഡ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. OTP ചെയ്ത് നിങ്ങളുടെ കീമിന് ഏത് നമ്പർ വെച്ചാണോ രജിസ്റ്റർ ചെയ്ത് അതിൽ OTP വരും. OTP കയറി അടുത്തത് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ പേയ്മെൻറ്റും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കിപ്പോൾ ടെൻഷനായിരിക്കും. ജസ്റ്റ് ഞാൻ വയ്ക്കുന്ന ഇപ്പോൾ മാറിപ്പോയാലോ, ഇപ്പോൾ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കില്ലേ. നിങ്ങൾക്കിപ്പോൾ തന്ന ടൈം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചത് നിങ്ങൾക്ക് ചേഞ്ച് ആക്കാനുള്ളത് ഓപ്ഷനുണ്ട്. അപ്പോൾ ചേഞ്ച് ആക്കിയാലും അത് ചേഞ്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് സേവ് കൊടുത്താൽ മാത്രമേ അത് സേവായിട്ട് വയ്ക്കും. ഇപ്പോൾ ഇതിൽ കണ്ടല്ലോ, അവൈലബിൾ ഓപ്ഷൻസ് ഇപ്പോൾ 872 ഓപ്ഷൻസാണുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കോളേജ് സെർച്ച് ചെയ്യാൻ പറ്റും, പിന്നെ കോഴ്സ് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. ഈ കോഴ്സ് എത്ര കോളേജിലാണ് ഉള്ളത് അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റോടൊപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് അതും ഇതിൽ പറയാൻ പറ്റും. പിന്നെ ഏത് കോട്ട വേണം അതും പറയാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് കോളേജ് സെർച്ച് ചെയ്ത് ഓരോ കോളേജും എടുക്കാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 2 ഫീസ് സ്ട്രക്ചറിൽ വരുന്ന ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ തന്നെ ഇപ്പോൾ ഫീസ് സ്ട്രക്ചർ വരും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ചില കോളേജുകളിൽ 2 ഫീസ് സ്ട്രക്ചർ വരുന്ന ഓപ്ഷൻസാണ്. അപ്പോൾ ഈ കോളേജിൽ 2 ഇതുണ്ടായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കയറി ചെയ്യും. 2 ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചായിരിക്കുമോ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും. പക്ഷേ നിങ്ങൾ ഫീസ് നോക്കുക, 2നും ഡിഫറെൻറ്റ് ഫീസായിരിക്കും. അതുകൊണ്ടായിരിക്കും 2 ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫീസ് നോക്കി നിങ്ങളെല്ലാവരും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിൽ ഇത്ര ഫീസ്, അങ്ങനെ ഓരോ ഫീസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീസ് നോക്കി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കറൻ്റ്ലി സെലക്റ്റഡ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്തു, പക്ഷേ അതിൽ 2-3 നിങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ തേർഡ് ആക്കണം, തേർഡിലെ ഓപ്ഷൻ ഫസ്റ്റ് ആക്കണം, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലും ഇതിലിപ്പോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ ടൈം തീരുന്ന വരെ ആയിരിക്കും ഈ സൈറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അതിനുശേഷം ഇവർ തന്നെ ക്ലോസ് ആക്കും. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റൂ, പുതിയ ഓപ്ഷൻ കൊടുക്കാനോ ഒന്നും പറ്റില്ല. ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ടൈമിലാണ്, സെക്കൻഡ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഷഫ്ലിംഗ് ഒക്കെ പറ്റൂ. ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ടൈമിലാണ് നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് കൊടുക്കാനും ഉള്ള ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനും പറ്റുന്നത്. അങ്ങനെയായിരിക്കും പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവരും നോക്കി ചെയ്യുക. പിന്നെ അത് സേവ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. വേറെ പറ്റിയാലും നമ്മുടെ കയ്യിൽ ആ പ്രിൻ്റ് ഓപ്ഷൻസ് കാണുമല്ലോ. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.